ചെറിയൊരു സിനമണിൻ്റെ ഫ്ലേവറും നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഹണി ബനാന കേക്ക്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഹണി ബനാന കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഈ ബോളിലേക്ക് എടുക്കാം. ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് 2 കപ്പ് മൈദ, 240 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ വായവസ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അരിപ്പയിൽ തള്ളിയെടുക്കുക. ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് മുട്ട സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. എഗ് വൈറ്റും യോക്കും കൂടെ സെപ്പറേറ്റ് ചെയ്യാം. മൂന്ന് മുട്ടയാണ് നമുക്ക് ആവശ്യം. വൈറ്റ്സ് എല്ലാം കൂടെ ഈ ഒരു ബോളിലേക്ക് ഇടുക. അപ്പോൾ ബോൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഓയിലിൻ്റെ മായമോ വെള്ളമായമോ ഒന്നും പാടില്ല. എഗ് യോക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് എടുത്താൽ മതി. മുട്ടയുടെ ഷെല്ല് വെച്ച് കുറച്ചങ്ങ് മാറ്റാം. യോക്ക് മാറ്റി വെക്കാം. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇടാം. പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർക്കാം വൈറ്റിലേക്ക്. നല്ല സ്റ്റിഫായിട്ട് മുട്ടയുടെ വൈറ്റ് ബീറ്റ് ചെയ്തു. കമത്തിയ വീഴാത്തൊരു വരും. മാറ്റി വെക്കാം. ഞാൻ ഇച്ചിരി വലിയൊരു ബോൾ എടുത്തു. ഈ ബോളിലേക്ക് 125 ഗ്രാം ബട്ടർ. ഞാൻ സോൾട്ടഡും അൺസോൾട്ടഡും മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. അതുകൊണ്ട് വേറെ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് 1 കപ്പ്, കുറച്ച് ഹണിയും കൂടെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഹണി. അപ്പോൾ ഹണി, ബട്ടർ, പൗഡർഡ് ഷുഗർ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 3 മുട്ടയുടെ ഉണ്ണി, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത മുട്ടയുടെ ഉണ്ണി ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി വാനില എസൻസ് കൂടെ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ്. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഒരു ഉപ്പൂടെ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ആഡ് ചെയ്യുക. മതി. ഇത് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് മാഷ്ഡ് ബനാനയും കൂടെ ചേർക്കാനുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന റോബസ്റ്റ പഴമാണ്. ഇതിൽ 3 പഴം വേണം. ഇതിൽ 1 പഴം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എപ്പോഴും എത്രയും പഴുത്ത പഴമാണ് അത്രയും ബെറ്ററാണ്. ഇത് മാഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒട്ടും പീസസ് കടിക്കാൻ ഇഷ്ടമല്ല എങ്കിൽ വേണം മിക്സിയിലിട്ടൊന്ന് പ്യൂർ ചെയ്തിട്ട് വേണേലും ചേർക്കാം. ഈ മിക്സറിനകത്തേക്ക് ആഡ് ചെയ്യാം. പഴം കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മൈദയും കൂടെ, 1 സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. നമ്മളിവിടെ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സിനമൺ പൗഡർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണല്ലോ. അതിൽ നിന്ന് ഒരു ഹീപ്ഡായിട്ട് 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുക. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കേർഡ്ലിങ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത്, ഇവിടെ ഞാൻ 1/4 കപ്പ്
തൈരും 1/4 കപ്പ് പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ ഇതിനകത്തേക്ക് ചേർക്കാം. ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. മതി, ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ബൗളിൻ്റെ സൈഡിലെല്ലാം ഉണ്ട്. അതിനി ഒരു സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ട് ഫോൾഡും ചെയ്യാം. എഗ് വൈറ്റ് മിക്സ്ചറൂടെ അതിനകത്തേക്ക് ഫോൾഡും ചെയ്യാം. എഗ് വൈറ്റിനകത്തേക്ക് നന്നായിട്ട് ഫോൾഡും ചെയ്തു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള ബാറ്ററാണ്. ഇനി നമുക്ക് ട്രേ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് പാനാണ്. ഇതിൽ കുറച്ച് പാർച്ച്മെൻറ്റ് പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. സൈഡിലും നടുക്കും പാർച്ച്മെൻറ്റ് പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് ബട്ടർ അപ്ലൈ ചെയ്യണം. ഇതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂണോളം ബട്ടർ ഉണ്ടാവും. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബേസിൽ മാത്രം മതി. ഇനി ബ്രൗൺ ഷുഗർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിടുക. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ബ്രൗൺ ഷുഗർ എടുത്തു. സ്പ്രെഡ് ചെയ്യുക. ഇതേപോലെ അടുത്തായിട്ട് നമുക്ക് ഇവിടെ പഴം കട്ട് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. ഇതിനെ 2ആയിട്ട് സ്ലൈസ് ചെയ്യുക. കട്ട് ചെയ്ത ഭാഗം വെക്കുക. കട്ട് ചെയ്ത സൈഡ് അടിയിലേക്ക് പോകുന്ന രീതിയിൽ വെക്കുക. ബനാനാസ് അറേഞ്ച് ചെയ്തു. അടുത്തായിട്ട് നല്ലതിനുള്ള സിനമൺ പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സിനമൺ പൗഡറിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ജസ്റ്റ് ഈ ഒരു പ്രോസസ്സ് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് ബാറ്റർ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് സ്പ്രെഡ് ചെയ്യാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് നമുക്കൊരു 35-40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ അവനിൽ നിന്ന് എടുത്തു. ഇതിന് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. എനിക്ക് 35 മിനിറ്റ്സ് ആണ് 180 ഡിഗ്രിയിൽ ടൈം എടുത്തത്. കൂളാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കേക്ക് അത്യാവശ്യം കൂളായി. നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കാണുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കേക്കാണ് ഈ ബനാന ഹണി കേക്ക്. ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിക്കാം. കണ്ട ആ മേലത്തെ ലെയറിൽ ആ ചെറിയൊരു കാരമലിൻ്റെ ഇത് ചെറുതാകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ബനാനയുടെ ഒരു ഫ്ലേവർ ഭയങ്കര ഒരു മണമാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമുള്ള കേക്ക്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി കേക്കാണ്. ചെറിയൊരു സിനമണിൻ്റെ ഫ്ലേവറും ബനാനയുടെ നല്ലൊരു മായമുള്ളൊരു ടെക്സ്ചറും എല്ലാം കൂടെ നല്ലൊരു പെർഫെക്റ്റ് കേക്കാണ്. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.